യേശു ആദരിക്കപ്പെടണം, സ്നേഹിക്കപ്പെടണം, അറിയപ്പെടണമെന്ന തീവ്രമായ ആഗ്രഹത്താൽ ജ്വലിക്കുന്ന ഹൃദയങ്ങൾ. യേശു അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി അവിടുത്തെ ആരാധിക്കുവാൻ ദിവസത്തിൻ്റെ 24 മണിക്കൂറും മാറ്റിവെക്കുന്ന സമൂഹം. വികൃതമാക്കപ്പെട്ട മനുഷ്യമുഖങ്ങളിൽ യേശുവിനെ കാണുവാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്നവർ. ദിവ്യകാരുണ്യ ആരാധനാ സഭയുടെ തുടക്കക്കാരായ ധന്യൻ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെയും ഷന്താളമ്മയുടെയും ചൈതന്യം ഹൃദയത്തിലേറ്റുവാങ്ങി ലോകം മുഴുവനുള്ള ആത്മാക്കൾക്കായി ദൈവസന്നിധിയിൽ ജീവിതമർപ്പിക്കുന്ന സന്യാസിനികൾ. ഈ സഭയിലെ അംഗമായ സിസ്റ്റർ സെലിൻ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് ആലംബഹീനരിലേക്കും അഗതികളിലേക്കും ദൈവത്തിൻ്റെ കാരുണ്യമൊഴുക്കുന്നു. വേദനിക്കുന്ന മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹിക്കുന്ന യേശുവിൻ്റെ ഛായ പതിക്കുവാൻ സർവ്വതും ത്യജിച്ച് ഇറങ്ങിത്തിരിച്ച മനുഷ്യസ്നേഹി സിസ്റ്റർ സെലിൻ SABS താൻ നയിക്കുന്ന ത്യാഗജീവിതത്തിൻ്റെ സന്തോഷാനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന നിമിഷങ്ങളിൽ ദൈവകരുണയാൽ നമ്മുടെ ഹൃദയങ്ങളും നിറയപ്പെടും. തീർച്ച. ഷാലോം TVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് ശക്തി സംഭരിച്ച് അശരണരിലേക്കും ആലംബഹീനരിലേക്കും ഈശോയുടെ സ്നേഹം എത്തിക്കുന്ന ആരാധനാ സഭാ സമൂഹത്തിലെ മാനന്തവാടി പ്രൊവിൻസിലെ സിസ്റ്റർ സെലിൻ കൊത്തുകല്ലിങ്കലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സിസ്റ്ററിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്രമാധ്യമങ്ങളിലൂടെ സിസ്റ്ററിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. സിസ്റ്ററുടെ ജന്മസ്ഥലം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലുള്ള തോമാപുരം എന്ന സ്ഥലത്താണ് വീട്. ചാച്ചൻ മരിച്ചു പോയിട്ട് 31 വർഷമായി. അമ്മച്ചിയുണ്ട്. ഞങ്ങൾ 13 മക്കളാണ് ഉള്ളത്. അതിൽ 10ാമത്തെ കുഞ്ഞായിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നു? എൻ്റെ സഹോദരങ്ങൾ ഒരു വൈദികനുണ്ട്. മാനന്തവാടി രൂപതയിലെ അച്ഛനാണ് ഫാദർ ഫ്രാൻസിസ് കൊത്തുകല്ലിങ്കൽ. എനിക്കൊരു ചേച്ചിയുണ്ട്, സിസ്റ്ററാണ്. തൃശ്ശൂരുള്ള സമരിട്ടൻ സിസ്റ്റേഴ്സ് എന്ന കോൺഗ്രിഗേഷനിലെ അംഗമാണ്. സിസ്റ്റർ മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന ഒരുവിധം എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും ദൈവവിളി ആരംഭിച്ചിരിക്കുന്നത് അവരുടെ ബാല്യകാലത്തിലാണ്. അതെ. സിസ്റ്ററിൻ്റെ ദൈവവിളി എപ്പോഴാണ് ആരംഭിച്ചത്? ഒരു 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത, അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ജപമാല എനിക്ക് കാണാതെ അറിയാമായിരുന്നു. ഒരു പകൽ സമയത്ത് ഞാനിങ്ങനെ വീട്ടിൽ കട്ടിലിൻ്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയ രൂപത്തെ നോക്കി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, ഒരു സിസ്റ്റർ ആകാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. ഒരു കുഞ്ഞു മനസ്സിൽ, എൻ്റെ കുഞ്ഞു മനസ്സിൽ അന്ന് പലപ്പോഴും ഞാനിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത്. അപ്പോൾ ആ പ്രാർത്ഥന എന്നെ വളരെയേറെ സഹായിച്ചു. പിന്നീട് അങ്ങോട്ട് UP സ്കൂൾ, ഹൈസ്കൂൾ, ഈ കാലങ്ങളിലെല്ലാം ഞാൻ ധാരാളമായിട്ട് വിശുദ്ധരുടെ ജീവചരിത്രം എനിക്കൊരു വലിയ സന്തോഷമായിരുന്നു. വിശുദ്ധരെ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇങ്ങനെ ചെയ്യുവാനുള്ള ഒരു കാരണം, ഇടവകയിലെ കൊച്ചച്ഛന്മാർ അവരിങ്ങനെ ഓരോരുത്തരിങ്ങനെ മാറി മാറി വരുമ്പോൾ കുട്ടികൾക്ക് വായിക്കുവാൻ വേണ്ടി പുസ്തകങ്ങൾ, വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങളൊക്കെ ധാരാളം തന്നിരുന്നു. എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ വായന തുടങ്ങിയപ്പോൾ പിന്നീട് ആ വായിക്കാനുള്ള അഭിനിവേശം എന്നിൽ വളരെ ശക്തമായി. ധാരാളമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വായിക്കുകയും അതിൻ്റെ ആശയങ്ങളൊക്കെ ഞാൻ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഹൈസ്കൂളിലെത്തിയപ്പോൾ ഈ വിശുദ്ധ ജീവചരിത്രം ഓരോ വിശുദ്ധരുടെയും വായിച്ചു കഴിഞ്ഞപ്പോൾ അവരെ പോലെ ആകണമെന്നുള്ളൊരു വലിയ ദാഹം എൻ്റെ മനസ്സിൽ അങ്ങ് ശക്തമായി. ഒരു വിശുദ്ധയാകണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, ഒരു പുണ്യവതിയാകണം. അതിങ്ങനെ വായിച്ച ഒരറിവ് മാത്രം. കുറേ സുഹൃതങ്ങളൊക്കെ ചെയ്യണം, വിശുദ്ധർക്കൊക്കെ കുറേ സുഹൃതങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരു അദമ്യമായ ദാഹം എൻ്റെ മനസ്സിൽ അങ്ങോട്ട് തോന്നി. ഒരിടയ്ക്ക് എനിക്ക് നാട് വിട്ടു പോകണമെന്ന് പോലും തോന്നിപ്പോയി. അമ്മ ത്രീസ്യ പുണ്യവതി മറ്റൊക്കെ അങ്ങനെ കാണിച്ചിരുന്നല്ലോ.
അപ്പോൾ അങ്ങനെ നാട് വിട്ടു പോകാൻ നിവൃത്തിയില്ലാതിരുന്നത് കൊണ്ട് അപ്പോൾ ബാക്കി 10ാം ക്ലാസ് വരെ അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു. അതോടൊപ്പം തന്നെ ഇടവകയിൽ ചെറുപുഷ്പ മിഷൻ ലീഗിലെ വളരെ സജീവമായിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും തന്നെ പ്രവർത്തിച്ചിരുന്നു. ഏറ്റവും മാതൃകയായിട്ട് എൻ്റെ ചേച്ചി മിഷൻ ലീഗിലെ ഒരു വളരെ ശക്തമായ ഒരു നേതൃനിരയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ചേച്ചി 10ാം ക്ലാസ് കഴിഞ്ഞ് കോൺവെൻറ്റിലേക്ക് ചേർന്നപ്പോൾ എൻ്റെ ബാക്കി അനുജത്തി ആ സമയം നോക്കി നിന്നു. ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ മിഷൻ ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വരെ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ വളരെ സജീവമായിട്ട് ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കു ചേർന്നിരുന്നു. പ്രത്യേകിച്ച് ഇടവകയിലെ ഒരു കൊച്ചു കപ്പേളയുണ്ട്, അതൊക്കെ പോയി വൃത്തിയാക്കുക. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പള്ളി നമ്മുടെ ഒരു സ്വന്തം എന്നുള്ളൊരു ചിന്ത അന്ന് മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ പോയി വൃത്തിയാക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ. അതുപോലെ ഏറ്റവും പ്രത്യേകം പറഞ്ഞാൽ ഇടവകയിൽ ആര് മരിച്ചാലും അതിനെല്ലാം പോയി പങ്കെടുത്തതിന് ശേഷം മാത്രമാണ് വീട്ടിലേക്ക് പോയിരുന്നത്. അങ്ങനെ 10ാം ക്ലാസ്സിലെ പരീക്ഷയെല്ലാം കഴിഞ്ഞപ്പോൾ മഠത്തിൽ ചേരണം എന്നുള്ള വലിയ മനസ്സിൽ ആഗ്രഹം അതിശക്തമായിരുന്നു. അപ്പോൾ ഈ ആഗ്രഹം ഞാൻ ചാച്ചൻ്റെ അടുക്കൽ അവതരിപ്പിച്ചു. ചാച്ചൻ എന്നോട് പറഞ്ഞു, എൻ്റെ കൊച്ച് മഠത്തിൽ പോകണ്ട. അപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു, എൻ്റെ കുഞ്ഞെ അങ്ങ് ദൂരെ ഈശോയുടെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യാൻ പോക്കോ, അങ്ങനെ പറഞ്ഞ് അമ്മച്ചി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂത്ത സഹോദരൻ ബോംബെയിൽ നേഴ്സിങ്ങിന് വേണ്ടി ഒരു അഡ്മിഷൻ എനിക്ക് മേടിച്ചു തരികയും അവിടുത്തെ അഡ്മിഷൻ സ്ഥിരമായി അതിന് പോയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ അമ്മച്ചിയുടെ വാക്ക്, അമ്മച്ചി ഉടനെ പറഞ്ഞു, കൊച്ചങ്ങോട്ട് പോയാൽ കൊച്ച് നശിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ആ റൂട്ടിന് പോയില്ല. വീണ്ടും ദൈവവിളി കോൺവെൻറ്റിലേക്ക് ചേരാൻ വേണ്ടി തീരുമാനിച്ചു. 2 സാധ്യതകളാണ് വന്നത്. എൻ്റെ ചേച്ചി തൃശ്ശൂരുള്ളത് കൊണ്ട് ആ സഭാ സമൂഹത്തിലേക്ക് ചേരുവാൻ ആപ്ലിക്കേഷനെല്ലാം കിട്ടി, അതൊക്കെ പൂരിപ്പിച്ചൊക്കെ കൊടുത്തു. പക്ഷേ ഇടവക സമൂഹത്തിലെ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സ് ദിവ്യകാരുണ്യ ആരാധന സമൂഹത്തിലെ സിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇടവകയിലെ വികാരിയച്ചനും സിസ്റ്റേഴ്സും അവരെൻ്റെ ദൈവവിളിയുടെ കാര്യത്തിൽ അവരെന്നെ സഹായിച്ചു. അവർ പറഞ്ഞു, ചേച്ചിയും അനിയത്തി 2 സ്ഥലത്തിരിക്കും നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ദിവ്യകാരുണ്യ ആരാധന സഭാ സമൂഹത്തിലേക്ക് ഞാൻ കടന്നു വരാനായിട്ട് ഇടയായി. സെലീൻ അടക്കം അവസാനത്തെ 5 പേരാണ് മലബാറിൽ വന്നിട്ടുള്ളത്. എൻ്റെ നേരെ മൂത്താണ് സെലീൻ. സന്യാസത്തിൻ്റെ ഒരു ആകർഷണം സെലീൻ്റെ എല്ലാ രംഗങ്ങളിലും കാണാമായിരുന്നു. പഠനത്തിലാണേലും പ്രാർത്ഥനയിലാണേലും ഞങ്ങളോടുള്ള ഇടപെടലാണെങ്കിലും എന്തോ ഒരു പ്രത്യേകമായ ഒരു അരൂപിയുടേതായ നീക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾ പലപ്പോഴും കലഹിക്കുകയും കളിയാക്കുകയും എല്ലാം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ പഠനത്തിലെല്ലാം സെലീൻ ഭയങ്കര സ്മാർട്ടാണ്. എപ്പോഴും പഠിക്കണമെന്നും പിന്നെ ബാക്കി സമയം പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഒരു വിചാരമുള്ളൂ. പിന്നെ അതിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലായിരുന്നു ചാച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ നീക്കങ്ങളൊക്കെ. ചാച്ചൻ പാവപ്പെട്ടവരോടൊക്കെ നല്ല പെരുമാറ്റവും അനുകമ്പയും, അമ്മച്ചിയാണെങ്കിലും അതിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിൽ സെലീൻ്റെ നേരെ മൂത്ത് ആലീസ് എന്ന് പറയുന്നൊരു പെങ്ങളുണ്ട്. പുള്ളിക്കാരത്തി തൃശ്ശൂരുള്ള ഗുഡ് സമാരിറ്റൻ കോൺവെൻറ്റിൽ ചേർന്നു. സെലീന് തോമാപുരത്തുള്ള ആരാധന സന്യാസ സഭയിൽ ചേരണം എന്നുള്ള ആഗ്രഹത്തിൽ ചാച്ചനോടെല്ലാം പറഞ്ഞിട്ട് കിളിയന്തറ അവരുടെ ഫോർമേഷൻ ഹൗസിൽ ചേർന്നു. അപ്പോൾ സെലീൻ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനമായിരുന്നു. അതായത് കോൺവെൻറ്റിൽ പോയി പിന്നെ തുടർന്ന് അവധിക്കൊക്കെ വീട്ടിൽ വരുമ്പം കേൾക്കാനും കാണാനും എന്തൊക്കെയാണ് ഈ ജീവിതം എന്നൊക്കെ അറിയാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോഴാണേലും പള്ളിയിലെ കാര്യങ്ങളെല്ലാം ഭയങ്കര താല്പര്യവും ഉത്സാഹവും ഭക്തിയും എല്ലാം വളരെ സജീവമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങളെന്നൊക്കെ പറയുമ്പോൾ അതിലെല്ലാം ഒത്തിരി നേതൃത്വത്തിലേക്കും പിന്നെ ഓരോ സെക്രട്ടറി ആയിട്ടും എല്ലാ പ്രവർത്തനങ്ങളെല്ലാം വളരെ ലൈവായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സെമിനാരിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളൊന്നുമല്ല. സെമിനാരിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചതും അതിലേക്ക് വേണ്ടതായ നീക്കങ്ങളെല്ലാം നടത്തിയത് സെലീനാണ്. മാനന്തവാടി രൂപത തുടങ്ങിയിട്ട് 77 ഞാൻ SLC പാസ്സാകുന്നത്. 73 മാനന്തവാടി രൂപത സ്ഥാപിതമായി. അപ്പോൾ വേറെ ഏതോ പോളിടെക്നിക്ക് പഠിക്കാൻ വേണ്ടി കാത്തു കെട്ടിയിരുന്ന ഞാൻ തൂങ്കുഴി പിതാവിനോട് എന്ന് പറഞ്ഞു എൻ്റെ ആങ്ങളെ SLC പാസ്സായെന്ന്. അപ്പോൾ പിതാവ് പറഞ്ഞു വേഗം വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെലഗ്രാം അടിച്ചു. ചാച്ചൻ എന്നെയും കൂട്ടിക്കൊണ്ടുവന്ന് മൗണ്ട് മേരി കോളേജിൽ പോയി ചേർന്നു. പിതാവിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴത്തേക്കും ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട് 1 മാസമായി. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഇൻ്റർവ്യൂ. അപ്പോൾ വാസ്തവത്തിൽ എൻ്റെ സെമിനാരി ജീവിതത്തിലേക്ക് ദൈവവിളിയിലേക്ക് വൈദിക ജീവിതത്തിലേക്കുള്ള ഒരു വൊക്കേഷൻ പ്രൊമോട്ടറാണ് സെലീൻ. സെലീനെ പിന്നെ ദൈവം പ്രത്യേകമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സെലീൻ്റെ സേവനത്തിലൂടെ വളർന്നു വലർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, രോഗികൾ, അശരണർ, ആദിവാസികൾ ഇങ്ങനെയെല്ലാം വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ദിവ്യകാരുണ്യനാഥന ഈശോയുടെ ആ ഒരു ചാരത്തിരുന്നുകൊണ്ടുള്ള ചൈതന്യത്തിലാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ നല്ലതായ ബോധ്യം. അപ്പോൾ സിസ്റ്റർ ശരിക്കും
ആ ഇടവകയിലുള്ള അച്ഛനും അവിടുത്തെ മഠത്തിലുള്ള സിസ്റ്റേഴ്സുമാണ് ഈ ആരാധനാ സഭാ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് അല്ലേ? അതെ. അല്ലേ, ഇവിടെ വന്നിട്ട് സിസ്റ്റർക്ക് ചേച്ചിയുടെ കൂടെ പോകാൻ പറ്റാതിരുന്നതിൽ വിഷമം തോന്നിയിട്ടുണ്ടോ? എനിക്കൊരിക്കലും എനിക്ക് വിഷമം തോന്നിയിട്ടില്ല. അതായത് ഞാൻ കോൺവെൻറ്റിൽ കിളിയന്ത്ര മഠത്തിലാണ് വന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിത്യ ആരാധനയുടെ സ്ഥലം, എപ്പോഴും ഇങ്ങനെ ആരാധന ഗീതങ്ങൾ ഇങ്ങനെ ചെവികളിൽ ഇങ്ങനെ മാറ്റൊലി കൊള്ളുന്നു. വന്നിട്ട് ഒരു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 2-ാം ദിവസം മുതൽ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു അസാധാരണ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എപ്പോഴും രാത്രിയും പകലും ഇങ്ങനെ ആരാധന, എൻ്റെ ഹൃദയത്തെ അത് പുളകം കൊള്ളിച്ചു. രാത്രിയിലും പകലും എവിടെയായിരുന്നാലും എപ്പോഴും കുർബാനയുടെ മുമ്പിൽ എന്നതുപോലെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന അരുളിക്ക എപ്പോഴും ഇങ്ങനെ ഹൃദയതലത്തിൽ എപ്പോഴും കൺമുമ്പിൽ അതൊരു ലൈവായിട്ടുണ്ടായ ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ആരാധന സമൂഹം വിട്ടുപോകണമെന്ന് അന്നൊരു ചിന്ത എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ സഭാ സമൂഹത്തിൽ ചേർന്നു. പിന്നെ ആദ്യത്തെ പരിശീലനത്തിൻ്റെ 1.5 വർഷങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നോഷേറ്റിൽ വെച്ച് നോഷേറ്റ് അവിടെ വെച്ച് പൂർത്തിയാക്കി അവിടെ വെച്ച് സഭാവസ്ത്രം സ്വീകരിക്കുകയും ദിവികാരനെ ആരാധന സമൂഹത്തിലെ ഒരു സജീവമായ അംഗമായി മാറുകയും ചെയ്തു. പിന്നീടുള്ള സിസ്റ്ററിൻ്റെ പഠന കാലയളവ് എങ്ങനെയായിരുന്നു? വ്രതവാഗ്ദാനം കഴിഞ്ഞ് പിന്നീട് ആദ്യമായിട്ട് പോകുന്നത് കണിയാരത്തേക്കാണ്. മാനന്തവാടി രൂപതയിലെ കണിയാരം എന്ന സ്ഥലത്തേക്ക്. അവിടെ വെച്ചാണ് PDC പഠിച്ചു കഴിഞ്ഞു. പിന്നീട് അതിനുശേഷം ഡിഗ്രി മലയാളമാണ് മെയിൻ വിഷയമായിട്ട് പഠിച്ചത്. അപ്പോൾ ഈ ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഫൈനൽ ഇയർ ആയപ്പോഴേക്കും ഏപ്രിൽ 28-നാണ് ചാച്ചൻ മരണമടഞ്ഞത്. അതെന്നെ വല്ലാതെ എനിക്കൊരു ഷോക്കായിട്ട് മാറി. പരീക്ഷ ജയിച്ചോന്ന് ചോദിച്ചാൽ ജയിച്ചു, കഷ്ടി മുഷ്ടി പാസ്സായി. വീണ്ടും മരണത്തിൻ്റെ ദുഃഖം എല്ലാം കഴിഞ്ഞ് അങ്ങനെ ആ ദുഃഖത്തോടു കൂടിയാണ് വീണ്ടും അടുത്തത്. പിന്നീട് പഠിക്കാനല്ല പോയത്, ഫൈനൽ പ്രൊഫഷൻ 5-6 വർഷം ആകുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണല്ലോ. നിത്യവ്രത വാഗ്ദാനത്തിനുള്ള പരിശീലനമായിട്ട് ഞങ്ങളുടെ ജനറലേറ്റിലേക്കുള്ള സെക്കൻഡ് ഓഷ്യേറ്റിലേക്ക് 6 മാസത്തെ ആ കോഴ്സിന് വേണ്ടി ഞാൻ പോവുകയാണ് ചെയ്തത്. ആ കാലയളവിൽ സിസ്റ്റർക്ക് എങ്ങനെയാണ് പ്രാർത്ഥിച്ച് ഒരുങ്ങിയത്? ഈ നിത്യവ്രതത്തിന് മുമ്പുള്ള സമയങ്ങളിൽ സാധാരണഗതിയിൽ നമ്മൾ ജീവിതം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പരവതാനിയിട്ട ഒരു വഴികളിൽ കൂടി അല്ലല്ലോ പോകുന്നത്. മറ്റുള്ളവർക്ക് എന്നതുപോലെ തന്നെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ചില സന്നിഗ്ധാവസ്ഥ, ഒരു നിർണായക നിമിഷത്തിൽ എന്തു ചെയ്യണം എന്നുള്ള ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായി. അതായത് അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ സഭാജീവിതം ഉപേക്ഷിച്ച് പോയാലോ എന്നുള്ള ചിന്ത വരെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ വേട്ടയാടി. ആ അവസരത്തിലാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വളരെ ശക്തമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങളുടെ ഒരു 3 പേരടങ്ങുന്ന, അതായത് പ്രാർത്ഥിക്കുന്ന 3 സിസ്റ്റേഴ്സ്, സിസ്റ്റർ ഇസബെല്ല മാപ്പിളപ്പറമ്പിൽ ഇപ്പോൾ ആഫ്രിക്കയിലാണ്, സിസ്റ്റർ എലിസബത്ത് അനന്തക്കാട്ട് ഇപ്പോൾ മുള്ളംകൊല്ലിയിൽ സേവനം ചെയ്യുന്നു, പിന്നെ ഞങ്ങൾ 3 പേരും ഞങ്ങൾ പരസ്പര ഹൃദയ ഐക്യമുള്ളവരും ഒരു മനസ്സും ഒരാത്മാവും അത്രയധികം ഐക്യത്തോടു കൂടി പ്രാർത്ഥിക്കുന്നവരും തീക്ഷ്ണമായിട്ട് ഏതു സമയം പ്രാർത്ഥിക്കുകയും സന്ദേശങ്ങളൊക്കെ എടുക്കുകയും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ സമയത്തായിരുന്നു എൻ്റെ ഈ പോക്ക്, വീട്ടിലേക്കുള്ള പോക്കാണ് കേട്ടോ, ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ആ സന്ദേശം മറ്റു സിസ്റ്റേഴ്സിൽ കൂടി വളരെ ശക്തമായിട്ട് ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തി. ആ സമയത്ത് കിട്ടിയ മെസ്സേജ് ഇപ്രകാരമായിരുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 15-ാം തിരുവചനം. അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ ദൈവവിളി വളരെ കറക്റ്റാണെന്ന് ദൈവത്തിൻ്റെ വചനം എന്നെ ശക്തമായിട്ട് അങ്ങോട്ട് ബോധിപ്പിച്ചു. അതിനുശേഷം ഞാനിങ്ങനെ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള വിഷയത്തിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഈശോ അടുത്ത സന്ദേശം അവരിൽ കൂടി സംസാരിച്ചു. നീ എൻ്റെ കയ്യിൽ നിന്ന് കുതറി മാറിയാലും ഞാൻ നിന്നെ വിടുകയില്ല. ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഈ ഒരു തിരുവചനം എൻ്റെ മനസ്സിനെ ശക്തമായിട്ട് ബാധിച്ചു. പിന്നീട് ആ വിളിയിൽ നിൽക്കാനുള്ള ഒരു താങ്ങും തണലും അതിശക്തമായ ഒരു അഭിഷേകവും ആ വചനത്തിൽ കൂടി എനിക്കിങ്ങനെ കിട്ടി. സിസ്റ്റർ വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിത്യവ്രതത്തിലേക്ക് തന്നെ അതിൻ്റെ പരിശീലനത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ആ അവസ്ഥയിൽ എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ശക്തമായ ഒരു വചനം കടന്നു വന്നു. ആ വചനം ഇപ്രകാരമായിരുന്നു. ഞാൻ നിമിത്തം നിങ്ങൾ രാജാക്കന്മാരുടെയും പ്രഭുക്കളുടെയും നാടുവാഴികളുടെയും മുമ്പിലേക്ക് നിങ്ങൾ നിർത്തപ്പെടും. ആ സമയത്ത് എന്തു പറയണമെന്നോ എന്ന് നിങ്ങൾ ആകുലപ്പെടേണ്ട. പരിശുദ്ധാത്മാവാണ് നിങ്ങളിലൂടെ സംസാരിക്കുന്നത്. ഈ വചനം വളരെ ശക്തമായിട്ട് എൻ്റെ മുമ്പിൽ എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെയും വളരെയേറെ, കാരണം താങ്ങാൻ ഒരാളില്ല, താങ്ങാൻ തോളുകളില്ല, ഒരു ആശ്വാസവാക്ക് പറയാൻ ആരുമില്ല,
ഒരു മരിച്ച ഒരു വ്യക്തി പോകുന്ന ഒരു അനുഭവമായിരുന്നു. ഈശോ എല്ലാവിധ ബന്ധങ്ങളും എന്നിൽ നിന്ന് അകറ്റി. എനിക്ക് ആശ്വാസമുണ്ടായിരുന്ന എല്ലാം ഈശോ മുറിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. അവിടെ 6 മാസമായിരുന്ന അവസരത്തിലാണ് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഓടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു 3 ദിവസത്തെ ധ്യാനം ഞാൻ വ്യക്തിഗതമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ഒരു വലിയ ചൈതന്യം, പരിശുദ്ധാത്മാവ് ഒരു കുളിർ തെന്നലായി എൻ്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരനുഭവം എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ആ അനുഭവത്തിൽ സെക്കൻഡ് വർഷിപ്പിൽ ഓരോരോ ദിവസങ്ങളും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. 40 ഡേയ്സ് റിട്രീറ്റ് ഉണ്ടായിരുന്നു. ആ ധ്യാന അവസരത്തിലായിരുന്നു ഈശോ വലിയ അനുഭവങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ നിങ്ങളെ ഓർക്കുകയാണ്, ഈശോ ഒരു വലിയ ഒരു മനുഷ്യനായിട്ട് വെള്ള ഉടുപ്പൊക്കെ ഇട്ട് പ്രകാശപൂരിതനായിട്ട് എൻ്റെ അടുക്കൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വചനം ഈശോ തന്നു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനും മാത്രമേ. യോഹന്നാൻ 10:10 ഈ തിരുവചനം. അപ്പോൾ എൻ്റെ അടുക്കൽ ഞാൻ ഇരിക്കുന്നതിന് തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് ഈ വചനം ഉണ്ടായത്. ആ വചനം എന്നെ ശക്തമായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ നയിച്ചു കൊണ്ടിരുന്നു. പിന്നീട് ഈ അവിടെ വെച്ച് തന്നെയാണ് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വചനം സ്റ്റഡി ഹാളിൽ ഞങ്ങൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ വചനം സമ്പൂർണ്ണ ബൈബിൾ ഇങ്ങനെ യെശയ്യായുടെ പ്രവചനം, ജെറമ്യ, ഹോസിയ ഈ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോ പേജുകൾ മറിച്ച് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. വചനം വായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൽ ശക്തമായ ഒരു ചലനം ഇങ്ങനെ ഉണ്ടായി തുടങ്ങി. വചനം എന്നെ സ്വാധീനിക്കാൻ തുടങ്ങി. ഞാൻ അറിയാതെ കരയാൻ തുടങ്ങി. അത് മാനസാന്തരത്തിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു വലിയ കടന്നുവരലായിരുന്നു. കരഞ്ഞ് രാവും പകലും കരഞ്ഞ് ഞാനിങ്ങനെ 11 മണി 12 മണി രാത്രി വരെ ചാപ്പലിൽ പോയിരുന്നു. ഇങ്ങനെ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതം മുഴുവനും ഓർത്ത്, കഴിഞ്ഞകാല ജീവിതത്തിൽ ഓരോ കൊച്ചു തെറ്റുകളെയും ഓർത്ത് ഞാൻ ആഴത്തിൽ പശ്ചാത്തപിച്ച് വിങ്ങി വളരെയേറെ കരഞ്ഞു. ഒരു ദിവസം ജനറലേറ്റിലെ ആ ചാപ്പലിൽ പോയിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ക്രൂശിത രൂപത്തിന് മുമ്പാകെ ഞാൻ മുമ്പിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും, എൻ്റെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും പാപങ്ങളും എല്ലാം എഴുതി ഒരു കടലാസിലാക്കി കവറിലിട്ടിട്ട് ആ ഈശോയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ കണ്ണുനീരോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്രൂശിത രൂപത്തിൻ്റെ ഇടതു കയ്യിൽ നിന്ന് ശക്തമായ ഒരു പ്രകാശരശ്മി എൻ്റെ ഹൃദയത്തിലേക്ക് വന്നങ്ങോട്ട് പതിച്ചു. അപ്പോൾ ആ പ്രകാശരശ്മി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സാന്ത്വനം തന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. ആ കടലാസ് മുഴുവനെ കരഞ്ഞു കുതിർന്ന് പിറ്റേ ദിവസം ഞങ്ങളുടെ ജനറലേറ്റിൽ അവിടെ ഒരു ഫാദർ മരിയദാസ് വാഗമണ്ണിലുള്ള ആശ്രമത്തിലെ ഒരു അച്ഛനായിരുന്നു. അച്ഛൻ്റെ അടുക്കൽ ഈ കടലാസ് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അച്ഛൻ അതെല്ലാം വായിച്ചിട്ട് അത് കീറി ദൂരോട്ട് കളഞ്ഞു. എൻ്റെ തലയിൽ കൈവച്ചിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ആ വന്യ പുരോഹിതൻ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു വലിയ വിശുദ്ധിയായിട്ട് മാറും. അങ്ങനെ ആ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തെ എനിക്ക് വളരെയേറെ ഉണർവ് തന്ന ഒരു നിമിഷമായിരുന്നു. ഇങ്ങനെ നിത്യവ്രതത്തിൻ്റെ ദിവസങ്ങളെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, നിത്യവ്രതം ചെയ്യാൻ എനിക്ക് ഒക്കുമോ? കാരണം എൻ്റെ ആദ്യത്തെ തേങ്ങൽ അപ്രകാരമായിരുന്നല്ലോ. അതോ ഇനി ഞാൻ വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരുമോ? കാരണം എനിക്കങ്ങനെ നിത്യവ്രതം ചെയ്യണമെന്നൊക്കെയുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പേടി അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് കേട്ടോ. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. നിത്യവ്രതത്തിൻ്റെ തൊട്ട് തലേ ദിവസം ആണ് നിത്യവ്രതത്തിനുള്ള കറുത്ത ശിരോവസ്ത്രം ഇങ്ങനെ തുന്നി എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നു. പിറ്റേ ദിവസം ഒക്ടോബർ 8-ാം തീയതി നിത്യവ്രതത്തിൻ്റെ ദിവസമാണ്. പുറമേ വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലെങ്കിലും വളരെ ആന്തരികമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് നിത്യമായി സമർപ്പിക്കാനുള്ള ആ സമയം ആഗതമായി. എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് നിത്യവ്രതത്തിൻ്റെ സമയത്ത് സിസ്റ്റേഴ്സ് ഇങ്ങനെ 2 ലൈനായിട്ടാണ് മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഏറ്റവും ചെറുതായിരുന്ന ഞാൻ പൊക്കം കുറവായതിനാൽ ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈശോയ്ക്ക് സമർപ്പിക്കാനുള്ള തിരിയും കത്തിച്ചു പിടിച്ച തിരിയുമായിട്ട് ആൾത്താരയിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ എൻ്റെ തിരിയാണ് തിരുസക്രാരിയുടെ അടുക്കൽ ആദ്യം തിരുസക്രാരിയോട് ചേർത്ത് വയ്ക്കപ്പെട്ടത് എൻ്റെ തിരിയായിരുന്നു. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമായി. എന്നിട്ട് കർമ്മങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സമൂഹം നിത്യവ്രതം ചെയ്യാനുള്ളവർ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ സമയത്ത് സാഷ്ടാംഗം വീണ് കിടന്ന് ഞാനവിടെ വാവിട്ട് കരയാനുള്ള കാരണം എൻ്റെ ദൈവം എന്നോട് കാണിച്ച അദമ്യമായ സ്നേഹം എനിക്കത് അല്പം പോലും തടുത്തു നിർത്താനാവില്ല. പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ, വളരെ വലിയ ഒരു രൂപത്തിൽ എൻ്റെ പുറത്ത് വന്ന് ആവസിച്ചു. ദൈവസ്നേഹം എനിക്ക് തടുത്തു നിർത്താൻ എനിക്ക് ഒട്ടുമായില്ല. കരഞ്ഞു ഞാൻ കിടന്നിരുന്ന സ്ഥലം മുഴുവനും നനഞ്ഞു കുതിർന്നു. അതിനുശേഷം അവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് വീണ്ടും
നിത്യസമർപ്പണത്തിൻ്റെ വ്രതം വായിച്ച് സമർപ്പിക്കുന്ന സമയമായി. പെട്ടെന്ന് ഈശോയുടെ ശക്തമായ രൂപം എൻ്റെ അടുത്ത് ആഗതമായി. ഈശോ വ്രതം എഴുതിയ കടലാസ് എൻ്റെ കയ്യിൽ എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ, വ്രതം ചൊല്ലാനുള്ള സമയമാണ്. 3 വ്രതങ്ങൾ ഭക്തിയോടെ സ്വരമുയർത്തി ചൊല്ലി അതങ്ങോട്ട് വായിച്ച് സമർപ്പിക്കാൻ പറഞ്ഞു. ഈശോ പറഞ്ഞു തന്നതുപോലെ തന്നെ അവിടെ വെച്ച് ആ സംഭവം നടന്നു. ഈ വ്രതസമർപ്പണം കഴിഞ്ഞ് കയ്യിൽ മോതിരം, നിത്യവ്രതത്തിന് അടയാളമായിട്ടുള്ള ചിഹ്നം, ഈ മോതിരം ഇട്ടു തരും. അത് പിതാവാണ് ഇട്ടു തരുന്നത്. അവിടെ ചെന്ന് മുട്ടുകുത്തി നിന്നപ്പോൾ ഞാൻ അവിടെ പിതാവിനെയല്ല കണ്ടത്. ഈശോ പെട്ടെന്ന് അവിടെ ആഗതനായി. ഒരു വലിയ രൂപം, ശുഭ്രവസ്ത്രമണിഞ്ഞ യേശുവിൻ്റെ രൂപം അവിടെ എനിക്ക് സജീവമായി. ഈശോ എൻ്റെ വിരലിൽ ഈ വിവാഹ മോതിരം എനിക്ക് ഇട്ടു തന്നു. അതെന്നെ വളരെയേറെ എന്നെ ആനന്ദിപ്പിച്ചു. അങ്ങനെ ഈ സമർപ്പണമെല്ലാം കഴിഞ്ഞ് തിരുസക്രാരി തുറന്നു വെക്കുകയാണ്. തിരുസക്രാരി തുറന്നു വെച്ച കാരണം ജനറലേറ്റ് വന്നു, നിത്യ ആരാധനയുടെ സ്ഥലമാണ്. നിത്യ ആരാധനയുടെ ആ സമയത്ത് അവിടെ തിരുസക്രാരി തുറന്നു, ഗായക സംഘം ഗാനം ആലപിച്ചു. അതേ സമയം തന്നെ എൻ്റെ ഹൃദയത്തിലും ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് അരുളിക്ക എൻ്റെ ഹൃദയത്തിലും എഴുന്നള്ളിച്ച് വെച്ചൊരു സജീവമായ ഒരു അനുഭവം അവിടെ ഉണ്ടായി. ആരാധന, 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 അവിരാമം ആരാധന യേശുവിന് അർപ്പിക്കുന്ന മനോഹരമായ ഒരു അനുഭവം ഞാൻ അവിടെ ദർശിച്ചു. സിസ്റ്റർ നിത്യവ്രത വാഗ്ദാന സമയത്ത് സിസ്റ്റർ പരിശുദ്ധാത്മാവിൻ്റെ ഒത്തിരി നിറവ് അനുഭവിച്ചല്ലോ. അതിനുശേഷമുള്ള സിസ്റ്ററിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? അന്ന് ആ അനുഭവം ഉണ്ടായി കഴിഞ്ഞ് നിത്യവ്രതം ചെയ്ത അന്ന് കഴിഞ്ഞ് ഒരു പ്രത്യേക ഒരവസ്ഥയിലേക്കാണ്. ഭക്ഷണ പരിപാടികളെല്ലാം കഴിഞ്ഞു. വേറൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എത്രയും വേഗം ഞാൻ നിത്യാരാധനയുടെ മുമ്പിലേക്ക് എത്തി. ആ സമയത്താണ് അസാധാരണമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇത് ഒരു അലൗകികമായ സ്വർഗീയ ആനന്ദം കടന്നു വരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഈശോയുടെ തിരുജനന വേളയിൽ ആലപിച്ച സ്വർഗീയ ഗാനം എൻ്റെ ചെവികളിൽ ഇങ്ങനെ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മാലാഖമാർ എൻ്റെ ഈ നിത്യവ്രതത്തിലും വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നതായി എനിക്ക് എൻ്റെ മനസ്സിലേക്ക് അനുഭവപ്പെട്ടു. വീണ്ടും വേറൊരു തിരുവചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി. അതിനുശേഷം മറ്റൊരു തിരുവചനം, 1 തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള തിരുവചനം. ദൈവകൃപയ്ക്ക് കൃതജ്ഞത. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നെന്നും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ തിരുവചനം വന്നതിന് ശേഷം പെട്ടെന്ന് 1 സാമുവേൽ 2-ാം അധ്യായം 7-8 തിരുവചനം മനസ്സിലേക്ക് കടന്നു വന്നു. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഈ തിരുവചനം എൻ്റെ മനസ്സിലേക്ക് ഒന്നിനു പുറകെ TV സ്ക്രീനിൽ എന്നതുപോലെ ഈ തിരുവചന ഭാഗങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. സന്തോഷത്തിൻ്റെ കണ്ണുനീര് കൊണ്ടും സ്നേഹത്തിൻ്റെ വലിയ ഭാവം അനുഭവിച്ച് ഞാൻ അങ്ങനെ ആ ദിവസം മുഴുവനും ഞാൻ ചെലവഴിച്ചു. അങ്ങനെ എന്തൊന്നില്ലാത്ത എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുണ്ട സകലതും കഴുകിക്കളഞ്ഞ എല്ലാ ദുഃഖങ്ങളും സന്തോഷമാക്കി പകർത്തിയ, ഈശോ എന്നെ എടുത്തു ഉയർത്തിയ, തൻ്റെ കാര്യത്തിന് വേണ്ടി എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തിയ ഒരു വലിയ അവസ്ഥ അവിടെ വെച്ച് എനിക്ക് അനുഭവിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. സിസ്റ്റർ അതിന് ശേഷമാണോ പഠിക്കാൻ പോയതൊക്കെ? ഡിഗ്രിയും BEdും ഒക്കെ എടുത്തത് എവിടെയാണ്? നിത്യവ്രതത്തിന് ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ BAക്ക് അത്ര വലിയ മാർക്കൊന്നും കിട്ടിയില്ല. അതിന് കാരണം ചാച്ചൻ്റെ മരണം അതെന്നെ ശക്തമായ ഒരു ആഘാതത്തിലാക്കി. വീണ്ടും ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് ഈശോ പറഞ്ഞു, നീ ഒരു 3 വിഷയം, നിനക്ക് എളുപ്പമുള്ളൊരു 3 വിഷയം എഴുതാൻ പറഞ്ഞു. ഈശോ ഗൈഡ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് അപ്പോൾ BA ഫൈനൽ ഇയർ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തു. എളുപ്പമുള്ള 2-3 വിഷയങ്ങൾ ഞാൻ എഴുതി. തലശ്ശേരി ബ്രണ്ണം കോളേജിലാണ് എൻ്റെ പരീക്ഷാ സെൻറ്റർ. അവിടെ പരീക്ഷ എഴുതി. അത്ഭുതമെന്ന് പറയട്ടെ,
എനിക്ക് ആ പരീക്ഷയിൽ ഇങ്ങനെയാണെന്ന് പരീക്ഷാ ഹാളിൽ ഞാൻ കയറിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഇങ്ങനെ കയ്യിൽ കിട്ടുന്നു. ഒരു വലിയ സന്തോഷം, ഒരു ഉല്ലാസത്തിന് പോകുന്ന ഒരു അനുഭവമാണ് എനിക്ക് അവിടെ ഉണ്ടായത്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവ് അറിയാം. ഞാൻ പറയട്ടെ, ആ പരീക്ഷയ്ക്ക് എഴുതിയ ഓരോരോ വിഷയം ഞാൻ എഴുതിയതിന് എല്ലാറ്റിനും ആ ബ്രണ്ണൻ കോളേജിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അങ്ങനെ ആ പരീക്ഷ വളരെ വിദഗ്ധമായിട്ട് ഞാൻ കവർ ചെയ്തു. ആ മെറിറ്റിലാണ് എനിക്ക് തലശ്ശേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചൊവ്വ BEd സെൻറ്ററിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ ഞാൻ BEd പഠിച്ചു കഴിഞ്ഞു. BEd പഠിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രോവിൻസിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുകയും ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് BEd കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ചെയ്തത്. അടുത്ത അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് അധികാരികൾ ഇങ്ങനെ തീരുമാനിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എവിടെയാണ് സിസ്റ്റർക്ക് ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അധ്യാപികയായിട്ട്? ടീച്ചറായിട്ട് എനിക്ക് ആദ്യമായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തത് ഫാദർ GKM ഹൈസ്കൂൾ കണിയാരം. അവിടെ ആ സ്കൂളിൽ മലയാളം അധ്യാപികയായിട്ട് അന്നുണ്ടായിരുന്ന സ്കൂളിൻ്റെ മാനേജറായിരുന്ന ഫാദർ ജെയിംസ് കുളത്തിനാൽ അദ്ദേഹമാണ് എന്നെ ആ സ്കൂളിൽ ടീച്ചറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. സ്കൂളിൽ അപ്പോയിൻറ്റ് ചെയ്ത ആ സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഈ സ്കൂളിൻ്റെ വിളക്കായിട്ട് പ്രവർത്തിച്ചേക്കണം. അപ്പോൾ ആ ഒരു നല്ലൊരു നിർദ്ദേശം തന്നുകൊണ്ടായിരുന്നു എന്നെ ആ സ്കൂളിലേക്ക് എനിക്ക് അഡ്മിഷൻ തന്നത്. സ്കൂളിലേക്ക് പുതുതായി വന്ന സിസ്റ്ററിനോട് പല കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അത് സിസ്റ്റർ ഇന്നും അനുസ്മരിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു ദീപമായി പ്രകാശിക്കണം. ആരംഭകാലത്ത് തന്നെ കുട്ടികളോടും സഹാധ്യാപകരോടുമുള്ള നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് വളരെ വ്യക്തിപരമായ വിധത്തിൽ അവരെയൊക്കെ സ്വാധീനിക്കുവാനും അവരെ യേശുവിലേക്ക് അടുപ്പിക്കാനുമെല്ലാമുള്ള പ്രത്യേകമായ ഒരു താല്പര്യവും ശ്രദ്ധയും സിസ്റ്റർ സെലിനുണ്ടായിരുന്നു. കരിസ്മാറ്റിക് നവീകരണ ശൈലിയിലേക്ക് വന്നിരുന്ന സിസ്റ്ററിന് ആ യജ്ഞത്തിൽ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. കുട്ടികൾക്ക് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കാനുമൊക്കെ സിസ്റ്റർ തയ്യാറായിരുന്നു. സഹാധ്യാപകർക്കും ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും സമീപിക്കാവുന്ന ഒരു നല്ല അധ്യാപക സുഹൃത്തായിട്ട് സിസ്റ്റർ സെലിൻ പ്രവർത്തിച്ചു എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കായി പങ്കുവച്ച സിസ്റ്റർക്ക് നന്ദി. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം.